ഹമിൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്ട്രോബെറി ഐസ്ക്രീമിന്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതുപോലെ തന്നെ യാതൊരു പ്രിസർവേറ്റീവും ഒന്നും ചേർക്കാതെ നല്ല അടിപൊളിയായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവര് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ഈ കുഞ്ഞു ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. ഞാനിപ്പോ സ്ട്രോബെറി ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ഫ്രഷ് സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. നല്ല പോലെ കഴുകി വൃത്തിയാക്കി വെച്ചതാണിത്. ഇത് ഏകദേശം ഒരു 250 ഗ്രാമോളം ഉണ്ട് കേട്ടോ. നമുക്കിത് ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇനി നമുക്കിതിനെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. സ്ട്രോബെറി പൾപ്പ് റെഡിയാക്കി എടുക്കണം. ഇപ്പതാ സ്ട്രോബെറി പൾപ്പ് റെഡി ആയിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് കേട്ടോ ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത്. ഞാനിപ്പോ ഇതിനൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്കിതിനെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി എടുക്കാം. പിന്നെ വേണ്ടത് വിപ്പിംഗ് ക്രീം പൗഡർ ആണ്. ഞാനിപ്പോ വിപ്പിംഗ് ക്രീം പൗഡർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു 100 ഗ്രാം ആണ് എടുത്തിട്ടുള്ളത്, അതായത് 2 പാക്കറ്റ്. ഇത് നമുക്കിങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ. ഇതിന് പകരം നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീമും ഫ്രഷ് ക്രീമും ഒക്കെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി ഈ പൗഡറിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോ 1/4 കപ്പ് നല്ല തണുത്ത പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു ഹാൻഡ് ബീറ്ററിന്റെ സഹായത്തോടെയാണ് കേട്ടോ ഞാനിത് ബീറ്റ് ചെയ്യുന്നത്. പാലും ഈ പൗഡറും നന്നായിട്ടൊന്ന് മിക്സ് ആയി വരുമ്പോ ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ല സ്റ്റിഫായി വരുന്നത് വരെ ബീറ്റ് ചെയ്യാം. നമ്മൾ കേക്കിന് സ്റ്റിഫായി വരുന്ന അത്രയൊന്നും ബീറ്റ് ആവണ്ട, നല്ല ഒന്ന് തിക്കായിട്ട് വന്നാൽ മാത്രം മതി. ഏകദേശം ഒന്ന് സ്റ്റിഫായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് സ്ട്രോബെറി എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇനി ഇത് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മൾ സ്ട്രോബെറി പൾപ്പ് ചേർക്കുന്നതാണ്. അപ്പോൾ അത് കിട്ടിയില്ല എന്നിട്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ എൻ്റെ അടുത്ത് ഉണ്ടായതുകൊണ്ട് ചേർത്തതാണ് കേട്ടോ. ഇപ്പൊ ഇത് നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്ട്രോബെറിന്റെ പൾപ്പില്ലേ, അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി സ്ട്രോബെറി പൾപ്പും കൂടെ ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല ഹൈ സ്പീഡിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. അപ്പൊ പെട്ടെന്ന് തന്നെ മിക്സ് ആയി കിട്ടും. ഇനി നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ ഹാൻഡ് ബീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് എല്ലാം നിങ്ങൾക്ക് മിക്സിയിലും ചെയ്യാട്ടോ. ഒരു കുഴപ്പം വരൂല. ഐസ്ക്രീമൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നതാണ്. ഇപ്പൊ സ്ട്രോബെറി പൾപ്പൊക്കെ മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഡ്രോപ്സ് പിങ്ക് ഫുഡ് കളറും കൂടെ ആഡ് ചെയ്യാണ്. ഇത് വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. കളറിന് വേണ്ടി മാത്രം ചേർക്കണേണ്. നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് ചേർത്തിട്ടില്ലെങ്കിലും ടേസ്റ്റിൽ യാതൊരു മാറ്റവും വരൂല കേട്ടോ. ഇതും കൂടെ ഞാനിപ്പോ ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഇപ്പോ നമ്മുടെ സ്ട്രോബെറി ഐസ്ക്രീമിനുള്ള മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇത്രേ പണിയുള്ളൂ കേട്ടോ ഇത് തയ്യാറാക്കി എടുക്കാൻ. ഇനി നമുക്ക് ഒരു ഐസ്ക്രീമിന്റെ മോൾഡിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മോൾഡിലേക്ക് വേണമെങ്കിലും ഇതിനെ ഒഴിച്ചു കൊടുത്തിട്ട് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ കവർ ചെയ്തിട്ട് ഫ്രീസറിലേക്ക് മാറ്റി കൊടുക്കണം. കവർ ചെയ്യാനായിട്ട് ആരും മറക്കരുത് കേട്ടോ. ഫ്രീസറിൽ തന്നെ ഒരു 8 മണിക്കൂർ ചുരുങ്ങിയത് വെക്കണം കേട്ടോ. പിന്നെ ഫ്രീസർ ഫുള്ള് സ്പീഡിലേക്ക് മാറ്റി കൊടുക്കുക, എന്നാലേ ഐസ്ക്രീം സെറ്റ് ആയിട്ട് വരുള്ളൂ. ഞാനിപ്പോ ഇതൊരു ഒരു രാത്രി മുഴുവനും വെച്ചതാണ്. രാവിലെയാണ് കേട്ടോ ഞാനിപ്പോ ഇത് എടുക്കുന്നത്. ഐസ്ക്രീം ഇപ്പോ നല്ല പോലെ സെറ്റ് ആയി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കിത് സ്കൂപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടം പോലെ സ്പൂണോ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്കൂപ്പറോ ഉപയോഗിച്ചിട്ട് സ്കൂപ്പ് ചെയ്യാം. പിന്നെ സ്കൂപ്പർ ഉപയോഗിക്കുകയാണെങ്കിൽ ഓരോ പ്രാവശ്യം സ്കൂപ്പ് ചെയ്യുമ്പോഴും സ്കൂപ്പർ ഒന്ന് വെള്ളത്തിൽ നനച്ചു കൊടുത്തിട്ട് വേണം കേട്ടോ സ്കൂപ്പ് ചെയ്യാൻ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്കൂപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതുപോലെ പെർഫെക്റ്റ് ആയിട്ടൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാനായിട്ട് അറിഞ്ഞൂടാ. അങ്ങനെ ഇപ്പൊ നമ്മുടെ കിടിലൻ സ്ട്രോബെറി ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്.
ശരിക്കും സ്ട്രോബെറി ഒക്കെ ഉപയോഗിച്ചുണ്ടാക്കിയത് കൊണ്ട് തന്നെ നല്ല സ്ട്രോബെറിയുടെ ടേസ്റ്റ് ഉണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും ഒന്നും കൂടി ടേസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്ട്രോബെറി ഒക്കെ സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് ബോക്സിലായിട്ട് വാങ്ങിക്കാനായിട്ട് കിട്ടും. വലിയ റേറ്റ് ഒന്നുമില്ല സ്ട്രോബെറിക്ക്. അപ്പൊ എല്ലാവരും ഒരിക്കലൊന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാം. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. മാത്രമല്ല തുടർന്ന് വരുന്ന ഒരു ബെല്ലൈക്കണും അതിനുശേഷം ഒരു ഓപ്ഷൻ വരും, ഓൾ എന്നൊരു ഓപ്ഷൻ വരും. ആ ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യുക. എന്നാലേ ഈ ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം.